2024 തിരഞ്ഞെടുപ്പിന് ശേഷം പല ഗോദി മീഡിയകളും മോദിക്ക് വേണ്ടി പെയ്ഡ് സർവേകൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന സർവേക്കാരും പതിയെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോദി 240ന്റെ ഏറ്റവും വലിയ നേട്ടം. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നീ 4 സംസ്ഥാനങ്ങളിലേക്ക് ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ മോദി പെയ്ഡ് സർവേ മാത്രം നടത്തിക്കൊണ്ടിരുന്ന CSDSന് വന്ന മനമാറ്റം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. CSDSന്റെ സഞ്ജയ് കുമാർ മറ്റൊരു ഒന്നാന്തരം ഗോദി മീഡിയയായ ABP ന്യൂസിന്റെ സന്ദീപ് ചൗധരിയുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. എന്നാൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതിനാൽ കുറച്ച് ലോക്കൽ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തും. അത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയായാലും അഗ്നിവീർ യോജനയുടെ കാര്യമായാലും. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും അഗ്നിവീർ യോജനയോടുള്ള ജനങ്ങളുടെ എതിർപ്പുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നിലവിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവർക്ക് വലിയ തിരിച്ചടി നേരിടും. कम से कम महाराष्ट्र और हरियाणा दोनों राज्यों में बीजेपी की सरकार है. लोकल मुद्दे होंगे जिससे बीजेपी को एक तरह से कॉर्नर करने में विपक्ष सफलता हासिल कर सकती है, क्योंकि गवर्नेंस के मामले पे कई ऐसे मुद्दे होंगे जिस पर विपक्ष हमलावर हो सकता है. ഈ 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് വലിയ മുൻതൂക്കമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാർഖണ്ഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ഫൈറ്റ് ഏതാണ്ട് നെക്ക് ആൻഡ് നെക്ക് ആണെന്നാണ്. എങ്കിലും ഹേമന്ത് സോറന്റെ അറസ്റ്റിനെ തുടർന്നുള്ള സഹതാപ തരംഗത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെയും ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടെന്നാണ്. झारखंड में वैसे तो विपक्षी पार्टियों की सरकार है, JMM कांग्रेस की सरकार है, लेकिन जिस तरह से हेमंत सोरेन को जेल में रखा गया और उसके बाद वो रिलीज हुए, तो कहीं ना कहीं थोड़ी सी सिंपैथी की संभावना दिखाई पड़ती है हेमंत सोरेन के पक्ष में. तो वहां पे भी बीजेपी. ജമ്മു കാശ്മീരിൽ നിലവിൽ ഒരു നിയമസഭയില്ല. അവിടെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മു കശ്മീർ 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് ആയിരുന്നെങ്കിൽ ഒരു ഗോദി മീഡിയയും മോദിയുടെ പെയ്ഡ് സർവേക്കാരും സത്യം ഇങ്ങനെയാണെങ്കിൽ പോലും പറയാൻ ധൈര്യപ്പെടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദിക്ക് 400ഉം അതിനു മുകളിലും സീറ്റ് കൊടുത്ത സർവേക്കാരും യഥാർത്ഥ സത്യം പുറത്തു പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. വരുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ഇതുവരെ പുറത്തു വന്ന എല്ലാ സർവേകളും പറയുന്നത്. ഗോദി മീഡിയയുടെയും മോദിക്ക് വേണ്ടി പെയ്ഡ് സർവേ നടത്തിക്കൊണ്ടിരുന്ന സർവേക്കാരുടെയും സത്യം പറയാനുള്ള ഈ ധൈര്യം, ഈ മനംമാറ്റം വളരെ ആശാവഹമായ കാര്യമാണെന്ന് പറയാതെ വയ്യ.